ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇലിഗൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. അങ്ങനെ ഈ ഒരാഴ്ചയിലെ ആദ്യത്തെ ദിവസം നിഫ്റ്റി വളരെ പോസിറ്റീവായ ഒരു തുടക്കമാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. സെൻസെക്സ് 650 പോയിൻറ്റ് റാലി രേഖപ്പെടുത്തി, നിഫ്റ്റി 200 പോയിൻറ്റ് റാലി രേഖപ്പെടുത്തി 25,683 ഇപ്പോൾ നിഫ്റ്റിയുടെ ക്ലോസ് ഉള്ളത്. റാലിക്ക് ചുക്കാൻ പിടിച്ചത് റിലയൻസ് ഇൻഡസ്ട്രീസും HDFC ബാങ്കും ഉൾപ്പെടെയുള്ള മുൻനിര കമ്പനീസാണ്. IT കമ്പനീസിൽ TCSും ഇൻഫോസിസും നെഗറ്റീവ് അല്ല, ഫ്ലാറ്റാണ് വിത്ത് പോസിറ്റീവ്. എന്നാൽ വിപ്രോ നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. വലിയ ഇമ്പാക്റ്റുകളൊന്നും തന്നെ ഇന്ന് IT കമ്പനീസിൽ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ബാങ്കിങ് റിലയൻസ് കമ്പനീസാണ് ഇന്ന് മികച്ച മുന്നേറ്റം നടത്തിയത്. നിഫ്റ്റിയിലെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പവർ ഗ്രിഡ്, കോൾ ഇന്ത്യ, HDFC ബാങ്ക്, അദാനി എൻ്റർപ്രൈസസ്, മാക്സ് ഹെൽത്ത് കെയർ 4.63 ആണ് പവർ ഗ്രിഡ് റാലി രേഖപ്പെടുത്തിയത്. ടെക്കം, മാരുതി സുസുക്കി, ബജാജ് ഫിനാൻസ്, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ, ഐഷർ മോട്ടോഴ്സ് ചെറിയ തോതിലുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി. ഇനി വീണ്ടും നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് സെക്ടറിൽ നിന്ന് നാറ്റ്കോ ഫാർമയെല്ലാം തന്നെ അവർക്ക് CDSOയുടെ അപ്രൂവൽ കിട്ടി. അവരുടെ പുതിയ മെഡിസിന് സ്റ്റോക്കിൽ നിന്ന് 7% ഒരു റാലി കണ്ടു. BSE മെയിൻസിലും ക്യാപിറ്റൽ മാർക്കറ്റിംഗ് നോംസ് RBI ടൈറ്റൻ ചെയ്തതുകൊണ്ട് ഒരു ഫോൾ ആയിട്ടുണ്ട്. ഓല ഇലക്ട്രിക് വലിയ തോതിലൊരു ഫോൾ രേഖപ്പെടുത്തി. നമ്മൾ കണ്ടിരുന്നു ഇവരുടെ റവന്യൂ ഫ്ലാറ്റായിരുന്നു, കൂടാതെ ലോസ് കുറച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ലോസിൽ തന്നെയാണ് കമ്പനി സ്റ്റില്ലുള്ളത്. ഇനി ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ വന്നു, 10 മന്ത് ഹൈ ആണ് ഉള്ളത്. വളരെ റീസെൻ്റായിട്ട് വന്ന നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷനും ഹൈ തന്നെയായിരുന്നു. അപ്പോൾ റിലയൻസ് നിന്ന് 1.23% ഒരു നേട്ടമാണല്ലോ കൈവരിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് IT കമ്പനീസ് ഇടയാക്കാൻ കാരണമായിട്ടുള്ളൊരു കമ്പനി ഉണ്ടായിരുന്നു, US ആന്ത്രോപിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ വളരെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും കോഡിംഗ് നോളജ് ഇല്ലാതെ തന്നെ AI സഹായം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ജോലികളെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു ടൂളുകളും പ്ലഗിൻസും എല്ലാം തന്നെ നിർമ്മിച്ച് ആന്ത്രോപിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി കാരണമാണ് ഈ US IT കമ്പനീസിൽ വലിയ തോതിലുള്ള ഇടിവും അതുവഴി US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത TCSും വിപ്രോയും ഇൻഫോസിസും ഉൾപ്പെടെയുള്ള കമ്പനീസിൻ്റെ ഇടിവിന് കാരണമാക്കാനായിട്ടുള്ള കമ്പനി. അപ്പോൾ ഇതേ കമ്പനിയായിട്ടാണ് റിലയൻസ് കൈകോർത്തിട്ടുള്ളത്. അത് റിലയൻസിന് ഗുണകരമായി. അതേ കാരണം കൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റും മുന്നോട്ട് പോയി എന്നുള്ളതാണ് വാസ്തവം. ഇനി നേരെ ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് കണ്ടുവരാം. ഏറ്റവും ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡ് കാണാം. 5000 റേഞ്ചിലാണ് ഉള്ളത്. $37 പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. സിൽവറും 1% ഇടിഞ്ഞ് 77, ബിറ്റ്കോയിൻ 1500 പോയിൻ്റ് ഇടിഞ്ഞ് 68,000, ബ്രന്റ് ഓയിൽ 67, നാച്ചുറൽ ഗ്യാസ് 3, ഗിഫ്റ്റ് നിഫ്റ്റി 25,701 ഉള്ളത്. ഡോ ഫ്യൂച്ചർ പ്ലസ് ആണ്, 200 പോയിൻ്റ് പ്ലസ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളിലെല്ലാം തന്നെ പൊതുവെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു. ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പ്ലസ്സിലാണ് ട്രേഡിങ് തുടരുന്നത്. പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ ആസ് ഓഫ് നൗ ഇല്ല. ഇനിയിപ്പോൾ നാളെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ഒരു കാര്യം പ്രത്യേകം കണ്ടിരുന്നു, ഈ വിക്സ് എല്ലാം തന്നെ സ്പൈക്ക് ചെയ്യാതെ തന്നെ ഈ നമ്മുടെ പ്രീമിയം സ്പൈക്ക് ചെയ്തു. ഓൾറെഡി വിക്സ് സ്പൈക്ക് ചെയ്തു എന്ന്, എങ്കിലും വിക്സിൻ്റെ ആ ഒരു പെർഫോമൻസ് മാറ്റി നിർത്തിയാൽ കൂടിയും ഇന്ന് പ്രീമിയം സ്പൈക്ക് ചെയ്ത് കാണാം. ഇന്ത്യ വിക്സ് ഇന്ന് ഫ്ലാറ്റായിരുന്നു. 13.28 ആണ് ഇന്ത്യ വിക്സിൻ്റെ നില. പക്ഷേ നല്ല പ്രീമിയം ഉണ്ട്. അപ്പോൾ അതിനർത്ഥം ഫിയർ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാളെ എക്സ്പയറിയാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണക്ക് മുമ്പുള്ള എക്സ്പയറിക്കാണ് മാർക്കറ്റ് വലിയ തോതിലൊക്കെ ഔട്ട് ഓഫ് ദ മണിയുടെ പ്രീമിയം 3 രൂപയിൽ നിന്ന് 300 രൂപയ്ക്കൊക്കെ പോയത് ശ്രദ്ധിക്കുക. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, നമുക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് എല്ലാം തന്നെ ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്യാം. ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കർ അപ്സ്റ്റോക്ക് എല്ലാ ടൈപ്പ് ട്രേഡുകളും ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉപയോഗപ്പെടുത്താം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. JMR എയർപോർട്ട് കമ്പനി 8% റാലി രേഖപ്പെടുത്തി ജെഫ്രീസ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു. ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ കമ്പനി ഇവർ JP മോർഗൻ ഡൗൺഗ്രേഡ് ചെയ്തു. സ്റ്റോക്ക് നിന്ന് 10% ഫോള് കണ്ടു. ശ്രീറാം പ്രോപ്പർട്ടീസ് കമ്പനി 4 ഏക്കർ ലാൻഡ് ബാംഗ്ലൂരിൽ അക്യൂർ ചെയ്തിട്ടുണ്ട്. 600 കോടി രൂപയുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. കെഫിൻ ടെക്ക് ജെഫ്രീസ് സ്റ്റോക്കിനെ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. BLSE സർവീസ് കമ്പനി ഇവർ അത്യാഗി ടെക്നോളജീനെ 154 കോടി രൂപ മുടക്കി അക്യൂർ ചെയ്തിട്ടുണ്ട്. സനോഫി ഇന്ത്യ കമ്പനി ഇവർ GCC എക്സ്പാൻഷൻ ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇൻഡോ സ്വിഫ്റ്റ് ലാബ് കമ്പനി
$400 മില്യൺ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ചെയ്യുന്നുണ്ട്. കോൾ ഇന്ത്യ കമ്പനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കമ്പനി ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. 961 കോടി രൂപയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ടോറൻറ്റ് പവർ കമ്പനി ഇവർ നാബ പവർ ലിമിറ്റഡിന് ഏകദേശം 7000 കോടി രൂപക്ക് അക്യൂർ ചെയ്യാനായിട്ടുള്ളൊരു ധാരണയായി. ആൽക്കം ഡ്രഗ് കമ്പനി പുതിയ ഒരു മെഡിസിൻ ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇവരുടെ റവന്യൂ ഉയർത്തും എന്നാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. സ്റ്റോക്കിൽ നിന്ന് 6% റാലി കണ്ടു. ഫോർട്ടിസ് ഹെൽത്ത് കെയർ കമ്പനി IH ഹെൽത്ത് കെയർ ഫോർട്ടിസിൻ്റെ സ്റ്റേക്ക് ഉയർത്തി. ഫോർട്ടിസിൽ ഉള്ള ഇവരുടെ നിക്ഷേപം IHൻ്റെ നിക്ഷേപം ഉയർത്തി എന്നുള്ള ന്യൂസ് ഉണ്ട്. ടെസ്മാക്കോ റെയിൽ കമ്പനി 23 കോടി രൂപയുടെ ഒരു എക്യുപ്മെൻറ്റ് മെയിൻ്റനൻസ് ഓർഡർ സദേൺ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. HEG കമ്പനി സെബി ഇവരുടെ ഡീമെർജർ അപ്രൂവ് ചെയ്തു. പ്രതിക്യാപ് ഓട്ടോ കമ്പനി റവന്യൂ ഫോർകാസ്റ്റ് കമ്പനി ഉയർത്തി. ഈസി ട്രിപ്പ് കമ്പനി 500 കോടി രൂപയുടെ എക്സ്പാൻഷൻ കമ്പനി പ്രഖ്യാപിച്ചു. സ്റ്റോക്കിൽ നിന്ന് 19% റാലി നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. നിഫ്റ്റിയുടെ സ്പോട്ട് 25,750 ബ്ലൂ കളറുള്ളത് നമ്മളുടെ കോള് ഷോർട്ട് ചെയ്തിരിക്കുന്നതാണ്. 26,000 മേജർ റെസിസ്റ്റൻസ് സോണുകളുള്ളത്. ഓൾമോസ്റ്റ് യൂണിഫോമായ രീതിയിൽ കോളും പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PSR 25,650 ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. നാളെ രാവിലെ പ്രീ മാർക്കറ്റിൽ കാണാം. താങ്ക് യു.